everyone, welcome to Bosco Campus Vision. I am Lakshmi V.S., Assistant Professor, Department of Commerce, Don Bosco College, Kottayam. This is the 8th lecture on the subject Income Tax Law and Practice 2, which is a subject for semester 3 students of BCom Tax Procedures and Practices. In the previous lecture, we were discussing about what are the transactions that are not regarded as transfer, which comes under section 47 of Income Tax Act 1961. And in this lecture, we are going to continue with the same topic, and that is transactions not regarded as transfer. നമ്മൾ ട്രാൻസാക്ഷൻസ് നോട്ട് റിഗാർഡഡ് ആസ് ട്രാൻസ്ഫറിൽ 5 ട്രാൻസാക്ഷൻസ് ഡിസ്കസ് ചെയ്തിരുന്നു. ആൻഡ് നൗ വി ആർ ഗോയിങ് ടു ഡിസ്കസ് ദ ബാലൻസ് പോർഷൻ. ആൻഡ് ദ നെക്സ്റ്റ് ട്രാൻസാക്ഷൻ വിച്ച് ഇസ് നോട്ട് റിഗാർഡഡ് ആസ് ട്രാൻസ്ഫർ ഈസ് transfer of a capital asset being any work of art, archaeological, scientific or art collection, book, manuscript, drawing, photograph or print to the government or a university or the National Museum, National Art Gallery, National Archives or any such other public museum or notified institution as may be notified by the central government in official gazette to be of national importance or to be of renown throughout any state or states. Example, Indira Gandhi National Center for Arts. അതായത് ക്യാപിറ്റൽ അസറ്റിൻ്റെ ട്രാൻസ്ഫർ ആണ്. ആൻഡ് ദ ക്യാപിറ്റൽ അസറ്റ് ഈസ് വർക്ക് ഓഫ് ആർട്ട്, ആർക്കിയോളജിക്കൽ, സയൻറ്റിഫിക് ഓർ ആർട്ട് കളക്ഷൻ, ബുക്ക്, മാനുസ്ക്രിപ്റ്റ്, ഡ്രോയിങ്, ഫോട്ടോഗ്രാഫ് ഓർ പ്രിൻറ്റ്. ഈ പറഞ്ഞിരിക്കുന്ന ക്യാപിറ്റൽ അസറ്റിൽ ഏതെങ്കിലുമാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ആൻഡ് ട്രാൻസ്ഫർ ചെയ്യുന്നത് ഗവൺമെൻറ്റിനോ യൂണിവേഴ്സിറ്റിക്കോ നാഷണൽ മ്യൂസിയത്തിനോ നാഷണൽ ആർട്ട് ഗാലറിക്കോ നാഷണൽ ആർക്കീവ്സിനോ അല്ലെങ്കിൽ അതുപോലെയുള്ള പബ്ലിക് മ്യൂസിയത്തിനോ അല്ലെങ്കിൽ നോട്ടിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷനോ ആസ് മേ ബി നോട്ടിഫൈഡ് ബൈ ദി സെൻട്രൽ ഗവൺമെൻറ് ഇൻ ഒഫീഷ്യൽ ഗസറ്റ്. സെൻട്രൽ ഗവൺമെൻറ് ഒഫീഷ്യൽ ഗസറ്റിൽ നോട്ടിഫൈ ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷനിലേക്കോ ആയിരിക്കും ട്രാൻസ്ഫർ നടക്കുക. ആൻഡ് this notified institution to be of national importance or to be renowned throughout any state or states. National importance ഉള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കും ആൻഡ് ഇറ്റ് ഈസ് renowned throughout any state or states. സ്റ്റേറ്റിലും സ്റ്റേറ്റ്സിലും ഒക്കെ renowned ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ഇന്ദിരാഗാന്ധി നാഷണൽ സെൻറ്റർ ഫോർ ആർട്സ്. ആൻഡ് this transfer of capital asset to these institutions is not regarded as transfer for the purpose of capital gains tax. And the next one is any transfer by way of conversion of debentures, debenture stock or deposit certificates in any form of a company into shares or debentures of that company. അതായത് ഒരു കമ്പനിയുടെ ഡിബഞ്ചേഴ്സോ ഡിബഞ്ചർ സ്റ്റോക്കോ ഡെപ്പോസിറ്റ് സർട്ടിഫിക്കറ്റ്സോ അങ്ങനെയുള്ളത് ആ കമ്പനിയുടെ തന്നെ ഷെയർസോ ഡിബഞ്ചേഴ്സോ ആക്കി കൺവേർട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ട്രാൻസ്ഫർ. Transaction is not regarded as transfer. And the next one is any transfer of shares of an Indian company by a foreign company to another foreign company in pursuance of a scheme of amalgamation between the two foreign companies if at least 25% of the shareholders of the amalgamating company continue to remain shareholders of the amalgamated foreign company. Such transfer does not attract tax on capital gains in the country in which the amalgamating company is incorporated. അതായത് ഒരു ഇന്ത്യൻ കമ്പനിയുടെ ഷെയർ ഒരു ഫോറിൻ കമ്പനി മറ്റൊരു ഫോറിൻ കമ്പനിക്ക് ട്രാൻസ്ഫർ ചെയ്തു കൊടുക്കുന്നു ഇൻ പേഴ്സ്യൂവൻസ് ഓഫ് എ സ്കീം ഓഫ് അമാൽഗമേഷൻ സ്കീമിൻ്റെ ഭാഗമായിട്ട് ഒരു ഫോറിൻ കമ്പനി ഇന്ത്യൻ കമ്പനിയുടെ ഷെയർസ് മറ്റൊരു ഫോറിൻ കമ്പനിക്ക് ട്രാൻസ്ഫർ ചെയ്തു കൊടുക്കുന്നു ഇഫ് ആൻഡ് ഈ അമാൽഗമേഷനിൽ 25% ഓഫ് ദ ഷെയർ ഹോൾഡേഴ്സ് ഓഫ് ദി അമാൽഗമേറ്റിംഗ് കമ്പനി കണ്ടിന്യൂ ടു റീമെയിൻ ഷെയർ ഹോൾഡേഴ്സ് ഓഫ് ദി അമാൽഗമേറ്റഡ് ഫോറിൻ കമ്പനി. അതായത് മിനിമം അമാൽഗമേറ്റിംഗ് കമ്പനിയുടെ
25% ഷെയർ ഹോൾഡേഴ്സ് എങ്കിലും അമാൽഗമേറ്റഡ് ഫോറിൻ കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സ് ആയിട്ട് കണ്ടിന്യൂ ചെയ്യുകയാണ്. അതായത് ഏത് കമ്പനിയാണോ അമാൽഗമേറ്റ് ചെയ്യാൻ പോകുന്നത് ആ കമ്പനിയുടെ 25% ഷെയർ ഹോൾഡേഴ്സ് എങ്കിലും അമാൽഗമേറ്റ് ചെയ്തു വരുന്ന അമാൽഗമേറ്റഡ് ഫോറിൻ കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സ് ആയിട്ട് കണ്ടിന്യൂ ചെയ്യുന്നു. ആൻഡ് സച്ച് ട്രാൻസ്ഫർ ഡസ് നോട്ട് അട്രാക്ട് ടാക്സ് ഓൺ ക്യാപിറ്റൽ ഗെയിൻസ് ഇൻ ദ കൺട്രി ഇൻ വിച്ച് ദ അമാൽഗമേറ്റിംഗ് കമ്പനി ഈസ് ഇൻകോർപ്പറേറ്റഡ്. അതായത് ഏത് രാജ്യത്താണോ ഈ അമാൽഗമേറ്റിംഗ് കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്തത് ആ രാജ്യത്ത് ഈ ഒരു ട്രാൻസ്ഫർ ഇറ്റ് ഡസ് നോട്ട് അട്രാക്ട് ടാക്സ് ഓൺ ക്യാപിറ്റൽ ഗെയിൻസ്. അതായത് ക്യാപിറ്റൽ ഗെയിൻസിൽ ടാക്സ് അട്രാക്ട് ചെയ്യുന്നില്ല. ഓക്കെ, ഓൺ ദിസ് ട്രാൻസ്ഫർ. നെക്സ്റ്റ് വൺ ഇസ് any transfer of foreign currency bonds or global depository receipts specified in section 115AC held by a non-resident where the transfer is made outside India. അതായത് ഒരു നോൺ റെസിഡൻറ്റ് ഹെൽഡ് ചെയ്തിരിക്കുന്ന ഫോറിൻ കറൻസി ബോൺസിൻ്റെയോ ഗ്ലോബൽ ഡെപ്പോസിറ്ററി റെസീറ്റ്സിൻ്റെയോ സ്പെസിഫൈഡ് ഇൻ സെക്ഷൻ 115AC ഈ പറഞ്ഞിരിക്കുന്ന ഫോറിൻ കറൻസി ബോൺസിൻ്റെയോ ഗ്ലോബൽ ഡെപ്പോസിറ്ററി റെസീറ്റ്സിൻ്റെയോ ട്രാൻസ്ഫർ ആൻഡ് ദ ട്രാൻസ്ഫർ ഈസ് മെയ്ഡ് ഔട്ട്സൈഡ് ഇന്ത്യ. ഇന്ത്യക്ക് പുറത്ത് വെച്ചിട്ടാണ് ട്രാൻസ്ഫർ നടക്കുകയും ചെയ്യുന്നത്. ആൻഡ് ദിസ് ഇസ് നോട്ട് കൺസിഡേർഡ് ആസ് ട്രാൻസ്ഫർ. And the next one is any transfer before 1/1/1999 by a person not being a company of membership of a recognized stock exchange to a company in exchange of shares allotted by that company to the transferor. Means that ഒരു റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ മെമ്പർഷിപ്പ് ഉള്ള ഒരു പേഴ്സൺ ആ മെമ്പർഷിപ്പ് വെച്ചിട്ട് 1/1/1999 മുൻപ് നടത്തുന്ന ക്യാപിറ്റൽ അസറ്റിൻ്റെ ട്രാൻസ്ഫർ ആൻഡ് ദ പേഴ്സൺ ഈസ് നോട്ട് എ കമ്പനി അല്ലാത്തൊരു പേഴ്സൺ ആണ്. ആൻഡ് ഈ ഒരു ട്രാൻസ്ഫർ നടക്കുന്നത് ഇൻ എക്സ്ചേഞ്ച് ഓഫ് ഷെയർസ് അലോട്ടഡ് ബൈ ദാറ്റ് കമ്പനി ടു ദ ട്രാൻസ്ഫറർ. അതായത് ഈ ട്രാൻസ്ഫർ ചെയ്യുന്ന പേഴ്സൺ ആ ട്രാൻസ്ഫറർക്ക് ആ കമ്പനി ഷെയർസ് അലോട്ട് ചെയ്യുന്നതിന് പകരമായിട്ടാണ് ഈ ക്യാപിറ്റൽ അസറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഓക്കെ, is also not regarded as transfer. All understand about transactions not regarded as transfer. Thank you all.